ശ്രീ എസ് കെ സജീഷ്, എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്ന് ലളിതമായി പറയാൻ ഇനിയും പറ്റുന്നില്ലേ? രാംജി റാവു സ്പീക്കിംഗിൽ മാമുക്കായ ഇറങ്ങി വാടാ തൊരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് സായികുമാറിനെ തേടി പോകുന്നത് പോലെ ആരാണ് ഈ പോരാളി ഷാജിയുടെ അഡ്മിൻ, ഇറങ്ങി വാ അവൻ എന്നൊക്കെ ഇന്നിപ്പോൾ എം വി ജയരാജൻ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ഇപ്പോൾ പോരാളി ഷാജിയുടെ അഡ്മിനെ അറിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവോ നമുക്ക്? അഭിലാഷ് മോഹൻ, താങ്കൾ പലതും ചേർത്ത് പറയുകയാണ്. സത്യത്തിൽ താങ്കളുടെ ആദ്യത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും തമ്മിൽ ബന്ധമില്ലാത്തതാണ്. ബന്ധപ്പെടുത്തി മറുപടി പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഒന്ന്, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി, ആ തിരിച്ചടി എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് എന്ന് സ്വപ്നം കാണുന്ന ഒരു കൂട്ടരുണ്ട്. അവരങ്ങനെ കാണട്ടെ, അവർക്ക് മറ്റൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. ഇതിലും ഗംഭീരമായി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുമായി സമീപിച്ച് ജനങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമെല്ലാം ശക്തമായി തന്നെ തിരിച്ചു വരാനും കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു പ്രത്യേക പാറ്റേണിലുള്ള വോട്ടിംഗ് ശൈലി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. 2004 മാറ്റി നിർത്തിയാൽ ഇടതുപക്ഷത്തിന് വലിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. 0 സീറ്റ് വരെ ആയ ഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നും നമുക്കറിയാം. അതുകൊണ്ട് ആ കാര്യം ആ നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധനയിലൂടെ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ സ്വാഭാവികമായും നമുക്കറിയാം ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് പാർട്ടി നേതൃത്വം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനകൾക്കുള്ള തീരുമാനമെടുക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇവിടെ താങ്കൾ രണ്ടാമത് ചേർത്ത് വെച്ച കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ, ആ ചർച്ചകളെ നമ്മൾ പരിഗണിക്കുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അത് പാർട്ടി അംഗങ്ങളിലൂടെയാണ്. പാർട്ടി അംഗത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ തീരുമാനം സ്വന്തം ജീവിതത്തിലെ വ്യക്തിപരമായ അഭിപ്രായങ്ങളെക്കാൾ ഉയർത്തിപ്പിടിക്കുക എന്ന രീതിയിൽ തന്നെയാണ് പാർട്ടി അംഗങ്ങൾ മുന്നോട്ട് പോവുക. എന്നാൽ അത്തരം ഉത്തരവാദിത്വമില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഇടപെടുന്ന സമയത്ത് അവരുടേതായ വൈകല്യങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാകും. ഒന്ന്, ആശയതലത്തിൽ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾ അവർക്ക് വ്യക്തതയുണ്ടാവില്ല. അതുപോലെ തന്നെ വൈകാരിക പ്രകടനങ്ങളായി മാറും. അതിൽ അസഭ്യങ്ങൾ കലർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും സഭ്യതയുടെ അതിരുകൾ വിട്ടുപോകുന്ന സാഹചര്യം, നിലപാടുകൾ വ്യക്തതയില്ലായ്മ, ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് കടൽ പോലെ പരന്നു കിടക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്നതിൽ ആര് എന്ത് എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പല ഘട്ടത്തിലും നമുക്കറിയാം, നമ്മൾ പോലും തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ചിഹ്നങ്ങൾ, ചുവപ്പ് ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ അങ്ങനെ പലതും ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ഇതൊക്കെ യഥാർത്ഥ മുഖങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ആ സാഹചര്യം പലപ്പോഴും ചിലരെങ്കിലും മുതലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആർക്കും ഇതിൽ ഇടപെടാൻ വേണ്ടി കഴിയുമല്ലോ, സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തെറ്റായ ആശയഗതികൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയും. ചില സമയത്തെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സഖാക്കളുമായി സംവദിക്കുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പാർട്ടി ചിഹ്നങ്ങളോ അല്ലെങ്കിൽ ഒരു ചുവന്ന നിറമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രങ്ങളോ കണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ ആ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി പാടില്ല. പൂർണ്ണമായും അത് വായിച്ചു നോക്കാനും അത് നമ്മുടെ ആശയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് ഉറപ്പുവരുത്താനും കഴിയേണ്ടതുണ്ട്. കാരണം ആർക്കും മാരീച വേഷം കെട്ടി ഈ മേഖലയിലേക്കെല്ലാം വരാം എന്നുള്ളത് കൊണ്ടാണ്. ആ തരത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ കാണേണ്ടതുണ്ട്. ഒന്ന്, നല്ല രീതിയിൽ രാജ്യത്താകെ നടക്കുന്ന സംഭവവികാസങ്ങൾ യഥാർത്ഥത്തിൽ ഗവേഷണം നടത്തി, ലോകത്തുള്ള വിവരങ്ങൾ ഗവേഷണം നടത്തി കൃത്യമായി ഡാറ്റകളാക്കി സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി സമൂഹത്തിൽ എത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. മാത്രവുമല്ല, മാധ്യമങ്ങൾ ഉൾപ്പെടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ആ തെറ്റായ വാർത്തയുടെ ഉറവിടങ്ങൾ തേടിപ്പോയി ശരിയായ വാർത്തകൾ ശേഖരിച്ച് മാധ്യമങ്ങളുടെ തെറ്റായ വാർത്തകളെ തിരുത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നന്നായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ രംഗത്തുള്ള ആളുകളെ അഭിനന്ദിച്ചത്. എന്നാൽ തിരുത്തപ്പെടേണ്ട, അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത പ്രവണതയുമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരെ തിരുത്തപ്പെടുകയും ചില മാരീച വേഷം കെട്ടി ആടുന്ന ആളുകളെ കൃത്യമായി കണ്ടെത്തി നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്.